കേരളത്തിൽ NDA അധികാരത്തിലെത്തിക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംസ്ഥാന അധ്യക്ഷൻ ചാർജ് എടുത്തിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ അദ്ദേഹം ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നു. നമസ്കാരം സർ. ആദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ? അയ്യോ, അത് എനിക്കറിയില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല. എനിക്ക് ഇന്നലെ ഒരു 9 മണിക്ക് നഡ്ഡാജി വിളിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ സർവ്വസമ്മതം കൊണ്ട് BJP കേരളത്തിൻ്റെ നേതാവുമാർ എന്നെ നോമിനേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ 5 മിനിറ്റ് കുറച്ചൊരു ഷോക്കായിരുന്നു, ഒരു പുതിയ ന്യൂസ് ആകുമ്പോൾ. പിന്നെ മനസ്സിലായി ഇതൊരു വലിയൊരു ഓണറാണ്, എനിക്കൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മുമ്പോട്ട് പോകണം, ഞാൻ എല്ലാവിധ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയൊരു മുന്നേറ്റം, പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റമാണ് താങ്കൾ വന്നിറങ്ങിയ എയർപോർട്ട് മുതൽ ഞാനത് റിപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷെ പിന്നീട് താങ്കളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു മുന്നോട്ട് വരക്കം. അപ്പോൾ ഇപ്പോൾ ഒരു സംസ്ഥാന പ്രസിഡന്റായി വരുമ്പോൾ എങ്ങനെയാകും, എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരളത്തിലുള്ള പ്ലാൻ? അല്ല, പ്ലാൻ അത് ഇന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ ഇന്ന് പ്രവർത്തകരുടെ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിങ്ങിൽ എന്താണ് ഞങ്ങളുടെ ദൗത്യം, നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊരു ഭയങ്കര ക്ലിയറാണ്. അതിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അത് നമ്മുടെ ഈ കേരള നാടെന്ന് പറയുമ്പോൾ ഒരു ഇക്കണോമിക് ക്രൈസിസ് കൂടെയാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ. കടമില്ലാണ്ട് ഒരു സംസ്ഥാന സർക്കാരിന് ഒന്നും മുമ്പോട്ട് ഒരു ഇഞ്ചും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അത് ഒരു സൈഡിൽ. മറ്റേത് നമ്മൾ യുവാക്കൾക്ക് ഒരു അവസരമോ ഒരു തൊഴിലോ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ടാലൻറ്റ് സ്റ്റേറ്റ് വിട്ട് പുറത്ത് പോവുക, രാഷ്ട്രം വിട്ട് പോവുക, അല്ലെങ്കിൽ വേറെ സംസ്ഥാന സ്റ്റേറ്റിൽ പോവുക. ഇതൊരു സസ്റ്റൈനബിൾ മോഡലല്ല. നമ്മുടെ ഏത് നാടാണെങ്കിലും ഈ വരുന്ന കാലത്തെല്ലാം യൂത്ത് ടാലൻ്റാണ് ഏറ്റവും വലിയ ആസെറ്റ്. അവർ ഇവിടെ താമസിക്കുന്നില്ല, അവർ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ലെങ്കിൽ ഇക്കോണമി ഗ്രോ ചെയ്യില്ല. ഇതൊരു റിയാലിറ്റിയാണ്. ഇതിൽ ഒരു തർക്കിക്കാനോ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയം ഒന്നുമില്ല. ഇതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് ഇതിനെ മാറ്റാനും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രജക്ടറി മാറ്റാൻ, ഈ വികസിത് ഭാരതത്തിൻ്റെ ഒരു വിഷൻ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു വികസിത് കേരളത്തിൻ്റെ ഒരു നറേറ്റീവ് മുമ്പോട്ട് വയ്ക്കാൻ BJP NDA അതിന് ഒരു താല്പര്യമുണ്ട്. അത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിന് ആ മാറ്റം കൊണ്ടുവരാൻ അധികാരം പിടിക്കണം. ഒരു BJP NDA സർക്കാർ അധികാരത്തിൽ വരണം. നാളെ ഈ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു നറേറ്റീവ് ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചു. നമ്മൾ ഈ മാറ്റം മാത്രം അല്ല, അതിനെപ്പറ്റി മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാറ്റം കൊണ്ടുവരാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ അത് സർക്കാരാണ്. അപ്പോൾ അധികാരം പിടിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോകണം. അത് നമ്മളെ ദൗത്യമാക്കി എല്ലാവരും ഒരു കോമൺ ഗോളാക്കി മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ എല്ലാവരും മുമ്പ് വെച്ചത്. അത് എനിക്ക് സ്റ്റേറ്റ് കൗൺസിൽ കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് കിട്ടിയത് എല്ലാവർക്കും അത് ഇഷ്ടമായി. എല്ലാവരും അത് അനുവദിച്ചു. അത് എല്ലാവരും ഒരുതരം എഗ്രി ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ BJPയിൽ ഈ ഗ്രൂപ്പ് പോരുകളൊക്കെ ഇട്ട് അങ്ങനെ വാർത്തകൾ വരാറുണ്ട്. ഒരു സംസ്ഥാന പ്രസിഡന്റ് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുറേ പേരെ മാറ്റി അപ്രസക്തരാക്കുക, കുറച്ചുപേർ ഒഴിവാക്കുന്ന പരാതികൾ വരിക. താങ്കൾ എങ്ങനെയാണ് അതിനെ? അതിൽ നോക്കൂ, അധികാരത്തിൽ വരാനാണെങ്കിൽ, അതാണ് നമ്മളൊരു ദൗത്യമാണെങ്കിൽ, പിന്നെ ആരെ മാറ്റിവെക്കുന്ന ഒരു പ്രശ്നം വരില്ലല്ലോ. ബിക്കോസ് നമുക്ക് എല്ലാവരുടെയും അധ്വാനത്തോണ്ടല്ലേ ഈ ഒരു സക്സസ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഇനി ഉണ്ടാവില്ല. എനിക്ക് പണ്ട് കാലത്തെ പറ്റി അങ്ങനെ ഞാൻ ഹിസ്റ്ററി ഒന്നും വായിക്കുന്ന ആളല്ല. ഇനി ഉണ്ടാവില്ല. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ BJP കേരളത്തിൽ എത്രയോ സീനിയർ എക്സ്പീരിയൻസ്ഡ് ലീഡേഴ്സ് ഉണ്ട്, നേതാക്കന്മാരുണ്ട്. അത്
ശോഭ സുരേന്ദ്രൻ മാതിരി ഇങ്ങനെ ഒരു പോപ്പുലർ ലീഡർ അത് ഏത് പാർട്ടിയിലും ഇല്ല. അങ്ങനെ സുരേന്ദ്രൻജി ഉണ്ട്, വി മുരളീധരൻജി ഉണ്ട്, കൃഷ്ണദാസ് ജി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു എനിക്ക് ഒരു സിനാരിയും കാണുന്നില്ല. ഇവർ ആരും സൈഡ് ലൈൻ ആർക്കും പണിയില്ലാണ്ട് ഇരിക്കാൻ ഒരു സ്ഥിതി എനിക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും അധ്വാനിക്കും. ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, 100% പ്രവർത്തകർ അധ്വാനിച്ചാൽ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സിനാരിയോ ഒരു ഗോൾ ഓറിയൻറ്റഡ്, മിഷൻ ഓറിയൻറ്റഡ് പാർട്ടിയിൽ ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. താങ്കൾ BJP സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്ന് അറിഞ്ഞത് മുതൽ ഈ പ്രത്യേകിച്ച് CPM സൈബർ ഹാൻഡിലുകൾ, ഇന്ന് ദേശാഭിമാനിയുടെ വാർത്ത പോലും ഏഷ്യാനെറ്റ് മുതലാളി BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അത് അവർ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെയാണ് നേരിടുക? നോക്കൂ, ഈ മീഡിയനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഫാഷനാണ് ഇപ്പോൾ. അത് നമ്മുടെ പാർട്ടിയിലും ചിലവർ ചെയ്യും. അത് ലെഫ്റ്റിന് ഒരു ഫുൾ ടൈം ജോബാണ്. ചാനൽ എന്തെങ്കിലും പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർക്കാണല്ലോ ഏറ്റവും വേദന. അപ്പോൾ അത് എൻ്റെ ചാനലായിട്ട് മാറിയാൽ ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ഡൈല്യൂട്ട് ചെയ്യാനായിരിക്കും അവരുടെ പ്രയാസം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അതിനെപ്പറ്റി നോട്ടീസും ചെയ്യില്ല, അതിന് റെസ്പോണ്ടും ചെയ്യില്ല. ഇത് ഈ ഡിജിറ്റൽ മീഡിയൻ്റെ ഒരു മേഖലയിൽ ഈ ട്രോളിംഗ് എന്ന് പറഞ്ഞ സാധനം ഒരു എന്താ പറയുക, ഒരു നെസസിറ്റി, ഒരു എന്താ പറയുക, ഒരു നോർമൽ റൂട്ടീനാണ്. അതിന് റിയാക്ട് ചെയ്യാൻ നടന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. താങ്കൾ വളരെ വിജയിച്ച വളരെ അങ്ങനെ ഒരു മാതൃകയുള്ള ഒരു ബിസിനസ്സുകാരനാണ്. താങ്കൾക്ക് ഇപ്പോഴും അത്തരം ബിസിനസ്സൊക്കെ ഉണ്ട്. ഒരു സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ അത്രയും അഗ്രസീവായി സജീവമായി നിൽക്കേണ്ടി വരും. അപ്പോൾ ആ രണ്ടും കുപ്പായങ്ങൾ ഒരുമിച്ച് പോകാനാണോ? ഒരു ക്ലാരിഫിക്കേഷൻ, എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്സും ഇല്ല. ഞാൻ 2013-14 മുതൽ ഞാൻ ഒരു കമ്പനിയിൽ ഒരു മാനേജറോ ഡയറക്ടറോ ഒന്നുമല്ല. അപ്പോൾ ഈ എന്നെ ബിസിനസ്മാൻ വിളിക്കുന്നത്, ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഞാൻ പണ്ട് ബിസിനസ്മാൻ ആയത് കാരണമാണോ, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ബിസിനസ്മാൻ അല്ല. ഞാൻ 18 കൊല്ലം രാജ്യസഭയിലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സോ ഒരു ആക്ടിവിറ്റി ഒന്നുമില്ല. അതെ, ഇതിന് മുമ്പ്, ഇന്നലത്തെ മുമ്പ് ഞാനൊരു ആക്ടിവിറ്റി ചെയ്തത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സെമി കണ്ടക്ടറിലും വേറെ ദേശത്ത് പോയിട്ട് അവർക്ക് അവിടെ വർക്ക്ഷോപ്പ് ചെയ്യുക, അവരുടെ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. ഞാൻ ഇത്യോപ്യ, വിയറ്റ്നാം, സിംഗപ്പൂർ, അൽബേനിയ, ഗാന, ഇംഗ്ലണ്ട് അവിടെ പോയിട്ട് അവർ വിളിക്കുക തന്നെ. അവർ സർക്കാർ വിളിക്കും. എന്നിട്ട് ഞാനൊരു 3 ദിവസം അവരെ ട്രെയിൻ ചെയ്യും. എങ്ങനെയാണ് പോളിസി ഉണ്ടാക്കേണ്ടത്, ഞങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഡിജിറ്റലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് എനിക്കൊരു പാഷനാണ്. അത് ഞാൻ ഇന്നും ചെയ്യും, അത് ഇവിടെയും ചെയ്യും. എനിക്ക് കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്, ഒരു ഡിസ്ട്രാക്ഷനോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ എത്രയോ കൊല്ലമായിട്ട് ഫുൾ ടൈം പബ്ലിക് ലൈഫിലല്ലേ. അതുകൊണ്ട് എനിക്കറിയാം ഈ പബ്ലിക് ലൈഫിൽ ഫുൾ കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഹാഫ് കമ്മിറ്റ്മെൻറ്റാണ്. എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഞാൻ ഒന്നും ഹാഫ് കമ്മിറ്റ്മെൻ്റായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ഫുൾ കമ്മിറ്റ്മെൻ്റായിട്ട് ഒരു വിജയം കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ താങ്കളുടെ പെർഫോമൻസിന് അല്ലെങ്കിൽ ഒരു നേട്ടത്തിന് ഏറ്റവും പ്രധാനം യുവാക്കളുടെയും IT പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് നമ്മുടെ കഴക്കൂട്ടം IT മേഖലയുണ്ട്, ഒരു മധ്യവർഗ സമൂഹത്തിൻ്റെ വലിയൊരു സ്വീകാര്യം താങ്കൾക്ക് കിട്ടി. അതിനെങ്ങനെയാണ് ഇനി പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ? അല്ല, ഇത് BJPൻ്റെ ഒരു കോർ ബേസാണ്. ഈ നേഷൻ വൈഡ് എവിടെ നോക്കിയാലും, ഡൽഹിയിൽ നോക്കിയാലും, ഹരിയാനയിൽ നോക്കിയാലും, മഹാരാഷ്ട്രയിൽ നോക്കിയാലും, മധ്യപ്രദേശിൽ നോക്കിയാലും, എവിടെ നോക്കിയാലും യൂത്ത് BJPൻ്റെ കൂടെയാണ്. അത് എന്തുകൊണ്ട്? BJP ആണ് ശരിക്കും ഈ യൂത്തിന് വേണ്ടി എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. സ്കില്ലിംഗ് ആണോ, തൊഴിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, സ്റ്റാർട്ടപ്പ് ആണോ. അപ്പോൾ ഈ യൂത്ത് വോട്ട് അത് അവർ ഒരു 10 കൊല്ലമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഭാവി, അവരുടെ ഫ്യൂച്ചർ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി മാത്രമേ അധ്വാനിക്കുന്നുള്ളൂ. അത് BJPയും നരേന്ദ്രമോദിജിയും. അതുകൊണ്ട് ഇവിടെ അത് ശരിക്കും അത് പെർക്കുലേറ്റ് ചെയ്തിട്ടില്ല. ആ മെസ്സേജ് ഇവിടെ വന്നിട്ടില്ല. എൻ്റെ മനസ്സിൽ, എൻ്റെ ഫീലിംഗ്, എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ,
ഞാനൊരു ചേഞ്ചിന് തയ്യാറാണെന്ന് പറഞ്ഞ എനിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എനിക്ക് മനസ്സിലായി. ആ ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത് യൂത്താണ് കൊണ്ടുവരാൻ പോകുന്നത്. അവർക്ക് ശരിക്കും CPM കോൺഗ്രസ്സൊന്നും ഒരു ഫ്യൂച്ചർ കിട്ടാൻ പോകുന്നില്ല. അത് കർണാടകേൻ്റെ യൂത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹിമാചലിൻ്റെ യൂത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, തെലങ്കാനേൻ്റെ യൂത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവിടെ 3 സ്റ്റേറ്റിലും സംസ്ഥാനത്തും സർക്കാർ കോൺഗ്രസിൻ്റെ ആണല്ലോ. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഈ ഡെവലപ്മെൻറ്റും വികസനത്തും പുരോഗതിൻ്റെ ഒരു വിഷൻ മുമ്പോട്ട് വയ്ക്കുമ്പോൾ യൂത്തിൻ്റെ സപ്പോർട്ട് കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് അവരാണ് ഏറ്റവും ഫ്യൂച്ചറിനെ പറ്റി, ഭാവിനെ പറ്റി ഡിസ്കഷൻ ചെയ്യുമ്പോൾ അവരാണല്ലോ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ. ഈ കഴിഞ്ഞ കുറേ നാളുകളായി BJP പറയുന്നത്, അതായത് ഒരു പ്രത്യേക സമുദായത്തിലേക്ക് BJPയുടെ നേതൃത്വം മാറുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ NSS നേരത്തെ അകന്നു പോകുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. പക്ഷെ താങ്കളെ സംബന്ധിച്ചാണെങ്കിൽ സുകുമാരൻ നായരൊക്കെ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. NSSനെ BJPയോട്ട് അടുപ്പിക്കാൻ താങ്കൾക്ക് കഴിയും, എന്താണ് അതിന്? അങ്ങനെ അടുപ്പിക്കാൻ ഞാൻ ഇതുവരെ ഒരു പ്രയാസമൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ മെസ്സേജ് ഇന്ന് പ്രവർത്തകരോട് സ്റ്റേറ്റ് കൗൺസിലിൽ മീറ്റിംഗ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്. 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി ഒരു വാക്ക് ഹിന്ദിയിൽ ഉപയോഗിക്കും, സബ്കാ സാത്ത് സബ്കാ വികാസ്. അതിനർത്ഥം എന്താ? എല്ലാവർക്കും പുരോഗതി, എല്ലാവർക്കും വികസനം. അതാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു, കേരളയിൽ നമ്മൾ എല്ലാ വീട്ടിലും പോയിട്ട് ഈ നമ്മുടെ വികസന രേഖ, ഈ വികസന സന്ദേശത്തിനെ പറ്റി പറയണം. അത് ഈ ആ സമുദായം, ഏത് മതം, ഏത് സമുദായം, ആ കുടുംബത്തിൻ്റെ കുട്ടിക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാവണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം. അത് ഞങ്ങളുടെ ഒരു മെസ്സേജാണ്. അതിൽ ഞങ്ങൾ ഇതുവരെ 14 മുതൽ ഇന്ന് വരെ ഒരു സാധനമോ ഒരു പോളിസിയോ ഒരു സ്കീമോ കാണിച്ചു തരൂ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു മതത്തിന് വേണ്ടിയിട്ടാണ്, ചെയ്തിട്ടില്ല. ഇത് ഒരു 20-25 കൊല്ലമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രോപ്പഗാൻഡയാണ്. BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. ഇന്നും പിണറായി വിജയൻജി ഒരു പോസ്റ്റ് ഇടുമ്പോൾ സംഘ് പരിവാർ തുടക്കത്തും അതാ. അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താ? അതുകൊണ്ട് സംഘ് പരിവാറിൽ ഒരു പ്രോബ്ലമില്ല, BJPക്ക് ഒരു പ്രോബ്ലമില്ല. അത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിനെ പേടിപ്പിക്കുക, അവരൊരു പ്രൊട്ടക്ടർ ആവാൻ നോക്കുക. ആര്? CPM അല്ലെങ്കിൽ കോൺഗ്രസ്. അത് നടന്നിട്ടുണ്ട്, ഒരു 10-15 കൊല്ലം നടന്നിട്ട്. എനിക്ക് തോന്നുന്നു അത് ഇനി കഴിഞ്ഞു. ആ ഗെയിം അങ്ങ് ലെഫ്റ്റിൻ്റെ ഗെയിം കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ശരിയാണ്, ഞങ്ങൾ ചില ഇഷ്യൂസ് പ്രിൻസിപ്പിൾസിൽ സപ്പോർട്ട് ചെയ്യും. വഖഫ് അമെൻമെൻറ്റ് ബിൽ, അതിൽ ഞങ്ങൾ ഭയങ്കര ക്ലിയറാണ്. അത് ആൻറ്റി മുസ്ലിം ഒന്നല്ല, അതൊരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലാണ്. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലീവ് ചെയ്യുന്നു പറയുമ്പോൾ അത് സത്യമായിട്ടാണ് ബിലീവ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി മാതിരി ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യും, മറ്റേ ദിവസം വഖഫ് ബില്ലിൻ്റെ ഡിബേറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. ഒരു ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യും, എന്നിട്ട് കർണാടക ഗവൺമെൻറ് 4% മുസ്ലിം റിസർവേഷൻ ചെയ്യാൻ ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യും. അങ്ങനെയല്ല. ഞങ്ങളൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡാണ്. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലീവ് ചെയ്യുന്ന പാർട്ടിയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് ബിലീവ് ചെയ്യുന്ന പാർട്ടിയാണ്. അതാണ് ഞങ്ങളുടെ ഐഡിയോളജി. ബട്ട് ചില റോങ്സ് ഞങ്ങൾ റോങ് ആയിട്ട് കാണിക്കും, അതിനെ ഒപ്പോസ് ചെയ്യും. അതിൻ്റെ മീനിങ് ഇതല്ല. അതിൻ്റെ മീനിങ് ഞങ്ങൾ ആൻറ്റി മുസ്ലിം ആണെന്നല്ല. ആൻറ്റി വഖഫ് ബിൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി മുസ്ലിം ആണെന്ന് അത് പറഞ്ഞതാരാ? മുനമ്പത്ത് 600 ഫാമിലിനെ ഒരു ദിവസം ഒന്ന് പറയുന്നു, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേറെ എന്തും പറയുന്ന ആൾക്കാരാണ് കോൺഗ്രസും ലെഫ്റ്റും. അതുകൊണ്ട് ഞങ്ങളുടെ ഐഡിയോളജി എപ്പോഴും ഒരു പ്രോ സിറ്റിസൺ, പ്രോ ഡെവലപ്മെൻറ്റ്, പ്രോ വികസനം, എല്ലാവർക്കും ഒരു മതം, ഒരു സമുദായത്തിന് വിട്ടിട്ടല്ല, എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ഉള്ള ഒരു വിഷനാണ് നരേന്ദ്രമോദിജിൻ്റെ. ഈ പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ BJP ലീഡേഴ്സിനെതിരെ എപ്പോഴും പറയുന്ന, കാരണം കേന്ദ്രത്തിനൊപ്പം നിന്ന് സംസ്ഥാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, അല്ലെ V. മുരളീധരനെ കുറിച്ചൊക്കെ അങ്ങനെ വലിയ ക്യാമ്പയിനാണ്.
ഈ സംസ്ഥാന താല്പര്യത്തിനെതിരാണ് BJP എല്ലാ കാലത്തും കേരളത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു നറേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ എലത്തൂർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതുപോലെ വലിയ വിവാദമായി മാറി. അപ്പോൾ അന്ന് താങ്കൾ അത്ര സജീവമല്ലായിരുന്നു കേരളത്തിൽ. ഇന്നിപ്പോൾ കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അധ്യക്ഷനായി വരികയാണ്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കലാണോ അതോ കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിലുണ്ടാവും? അല്ല, അത് നോക്കൂ, ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ ഈ ട്വിറ്ററും എക്സും സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു കൺട്രോൾഡ് നറേറ്റീവ്, ഒരു കൺട്രോൾ കോൺവെർസേഷൻ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടില്ല. നമുക്കറിയാലോ, ഞാൻ ഇന്നലെയാണ് എൻ്റെ അനൗൺസ്മെൻറ്റ്. ഇന്ന് മുഴുവൻ തെറി തുടങ്ങിയിട്ടുണ്ടാവും. കോൺഗ്രസിൻ്റെ ട്രോളും CPM-ൻ്റെ ട്രോളും. അത് നോക്കി നടന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. ഒന്നത്. രണ്ടാമത്തത്, അഥവാ താങ്കൾ ഒരു മിസ്റ്റേക്കായിട്ട് ഒരു ട്വീറ്റ് ചെയ്തോ അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്തോ എന്തെങ്കിലും, അതിനെ ഉപയോഗിച്ച് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഈ ഡിജിറ്റൽ മീഡിയയിൽ കളിക്കുന്ന ഒരു റിസ്ക്കാണ്. അത് മനസ്സിലാക്കണം. അതിനു വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിനു വേണ്ടി ഒരു ടെമ്പർമെൻ്റ് ഉണ്ടാവണം. എല്ലാ എല്ലാ ട്രോളിനെ പിടിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ പിന്നെ ഉള്ള തലയിൽ മുടി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം ആരെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആരെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് എനിക്ക് എന്നെ ലോക്സഭ ഇലക്ഷനിൽ എന്തെല്ലാം പറഞ്ഞല്ലോ, ഒരു ലൈന് ക്രോസ് ചെയ്താൽ ഞാൻ അവർ വിടില്ല. അത് ഡെഫമേഷൻ ഞാൻ ചെയ്തല്ലോ, അങ്ങനെ പഠിക്കുക. ബട്ട് ബാക്കിയുള്ളത് അവർ പറഞ്ഞോട്ടെ. ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 19 ഉണ്ടല്ലോ. ഇറ്റ് ഈസ് യു ആർ ഫ്രീ ടു എക്സ്പ്രസ് ഈവൻ ഇഫ് യു ആർ എൻ ഇഡിയറ്റ് എന്ന് പറഞ്ഞ് അതൊരു ആർട്ടിക്കിൾ 19 ഒരു പെർമിഷൻ ആണല്ലോ. താങ്കളുടെ ഒരു ടീം ഉണ്ടാവുക? എൻ്റെ ഒരു ടീം അങ്ങനെ എൻ്റെ ടീമായിട്ട് ഒരു ടീമൊന്നും ഉണ്ടാവില്ല. ഒരു BJP-ൻ്റെ ഒരു ടീമുണ്ട്. ഇന്നും ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും. ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരും, ചില മാറ്റങ്ങൾ വരില്ല. ചിലപ്പോൾ യൂത്തിന് ഞങ്ങൾ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യും. അതെല്ലാം ഒരു നോർമൽ ചേഞ്ചാണ്. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ടീമാണ്, അത് മറ്റേത് സുരേന്ദ്രൻജിൻ്റെ ടീം, അങ്ങനെ ഒരു എല്ലാ ടീമില്ല. ഇത് ഒരു BJP-ൻ്റെ ഒരു ടീമാണ്. ഞങ്ങളുടെ ദൗത്യം ഞാൻ പറഞ്ഞ മാതിരി ഒരു കോമൺ ഗോളാണ്. ഞങ്ങൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഗ്രോത്തിൻ്റെ സ്റ്റേജിലാണ്. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ പണിയെടുക്കും, അധ്വാനിക്കും, അവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും. ഞങ്ങളാണ് ഇവിടുത്തെ ശരിക്കും പണിയെടുക്കാൻ പോകുന്ന പാർട്ടി. ഇവിടെ അധ്വാനിച്ച് നമ്മുടെ കേരള നാടിൻ്റെ ഒരു ട്രജക്ടറി മാറ്റാൻ പോകുന്നത് NDA BJP-ക്ക് മാത്രമേ കഴിവുള്ളൂ. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അവസരമായ തമാശ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് താങ്കളെ അങ്ങ് ജയിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിലടക്കം താങ്കളുടെ ചില ലഘുലേഖകളടക്കം പോലും എത്താത്ത രീതിയിൽ ചില പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ആ ഒരു പരാജയമാണോ ഇന്ന് താങ്കൾ ഇവിടെ എത്തിച്ചത്? അല്ലല്ല, നോക്കൂ, ഞാൻ ആ എലക്ഷൻ ഒരു പരാജയമായിട്ട് കാണുന്നില്ല. ബിക്കോസ് ഒരു ഫാക്റ്റാണ്. ഓക്കെ, ശരി, ഞാൻ MP അല്ല. MP ആണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതല്ല ഒരു വേറെ സിറ്റ്. 35 ദിവസത്തിൽ 3.5 ലക്ഷം വോട്ട് കിട്ടി. അത് ഈ BJP കേരള തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ അധ്വാനം, അതിന് 90% കോൺട്രിബ്യൂഷനാണത്. എൻ്റെ ഒരു 10% കോൺട്രിബ്യൂഷൻ. അതൊരു 10 ദിവസം കൂടി ഇനി എക്സ്ട്രാ ടൈം കിട്ടിയെങ്കിൽ ഞങ്ങൾ ജയിച്ചിരുന്നത്. അതാണ് ഫാക്റ്റ്. ഈ 3.5 ലക്ഷം വോട്ട് കിട്ടുന്ന ഒരു 35 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു അൺനോൺ കമോഡിറ്റി. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. എന്നെ ജനങ്ങൾ അറിയുന്നില്ല ആരാ ഈ സാധനം. എന്നിട്ട് ഇങ്ങനെ ഒരു കോൺഫിഡൻസും ഇങ്ങനെ ഒരു സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹം തന്നത് ഒരു അൺയൂഷ്വലാണ്. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്, എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞാനിത് വിടില്ല, തിരുവനന്തപുരം വിടാൻ പോകുന്നില്ല. വീട് വാങ്ങിച്ചു, 3 മാസത്തിൽ വീട് വാങ്ങിച്ചു. ബിക്കോസ് എനിക്കൊരു ഡെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. 3.5 ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ വിശ്വസിച്ചു, എന്നെ അറിയാണ്ട് വിശ്വസിച്ചു, ഒരു ബ്ലൈൻഡ് ഫെയ്ത്തായിട്ട് എന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് ആ ഡെറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തയ്യാറായിരുന്നു ഇവിടുന്ന് ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ഫിക്സ്ചറായിട്ട്. പറയുന്നെങ്കിൽ കൂടി താങ്കൾക്ക് ഒരു കൃത്യമായ പദ്ധതി അതുണ്ടായിരുന്നു എന്നുള്ള വ്യക്തമാണ്.
അപ്പോൾ ഇനി ഏതായിരുന്നാലും വലിയ താങ്കളുടെ പദ്ധതികളൊക്കെ ജയിക്കട്ടെ, മുന്നോട്ട് പോട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. വളരെ നന്ദി, നമസ്കാരം.